ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നായിരിക്കും മറ്റു ചിലർ കരുതുക. ഇത് എന്തുകൊണ്ടാണ് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പ്രശ്നങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ കാലാതീതമായി നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് തുടക്കം കുറിക്കുവാൻ നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഓരോ വിഭാഗത്തെയും ശരിക്കും പ്രേരിപ്പിച്ചത്. അത് നമ്മുടെ ജുഡീഷ്യറി ആകട്ടെ, എക്സിക്യൂട്ടീവ് ആകട്ടെ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആകട്ടെ, നമ്മുടെ സിനിമാ മേഖലയാവട്ടെ എന്തും. അപ്പം ഇതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കോറിയിട്ടാൽ മാത്രമേ ഇതിനായിട്ടുള്ള ഒരു പ്രേരക ശക്തിയായി, ഒരു ചാലക ശക്തിയായി നമുക്ക് ഓരോരുത്തർക്കും നിലകൊള്ളാൻ സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹമുള്ളത്. ഓരോ ഇടത്തും നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്ക് സ്ത്രീ എന്നുള്ളതായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്ക് സ്പേസ് എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കർമ്മഭൂമിയിൽ, ആ കർമ്മഭൂമിയെ ഏറ്റവും ആസ്വാദ്യപൂർണവും അതിനോടൊപ്പം ഏറ്റവും അധികം അതിന് കാര്യക്ഷമതയും നൽകുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതൊന്നുമല്ല, മറിച്ച് ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധമാണ്. എങ്ങനെയാണ് പരസ്പരം നമ്മൾ ബന്ധപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഭാഗം. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും, നമ്മുടെ കലാലയങ്ങളിലാണെങ്കിലും, നമ്മുടെ തൊഴിലിടങ്ങളിലാണെങ്കിലും ഒക്കെ ആ ബന്ധത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം നമ്മൾ നൽകേണ്ടത്. ഇന്ന് നമ്മൾ വിദ്യാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു തൊഴിലിടത്തിൽ ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും പ്രോത്സാഹനപരമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ബന്ധങ്ങൾ സുദൃഢമായിരിക്കണം. ആ ബന്ധങ്ങളിൽ എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങൾ വന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് നമ്മളെ നയിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, 2007 മാതാപിതാക്കൾക്കും വയോജനങ്ങൾക്കും ക്ഷേമം ഉറപ്പുവരുത്തുന്ന, അവരെ സംരക്ഷിക്കുന്ന ഒരു നിയമം ഭാരതത്തിലുണ്ടായി. സീനിയർ സിറ്റിസൺസ് ആൻഡ് പേരൻസ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ആക്ട് എന്നുള്ളത്. ഈ മുറിയിലിരിക്കുന്ന എത്ര പേർക്കാണ് ആ ആക്ടിനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളത് എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ആ ആക്ടിനെ കുറിച്ചുള്ള ഒരു പരാതിയോ ഒരു കേസോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഈ മുറിയിലിരിക്കുന്നവരിൽ? ഒരു പക്ഷേ ഇല്ലായിരിക്കും, അല്ലേ? കാരണം എന്താണ്? നമ്മുടെ മാതാപിതാക്കളായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ആക്ടിനെ കുറിച്ച് നമുക്ക് അത്രയും വലിയ ബോധ്യം വരാത്തത്. പക്ഷേ പോഷ ആക്ടിനെ കുറിച്ച് നമുക്കിന്ന് ബോധ്യം വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഒരു ചെറിയ പിഴവ് എവിടെയോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന സമയമായി. അത് ഞാൻ ചെയ്യുന്നതാണോ എന്നുള്ളതല്ല അവിടെ പ്രധാനം. ഇന്ന് രാവിലെ ആരും ഒരു ചെറിയ വാട്സാപ്പ് ഫോർവേഡ് എനിക്ക് അയച്ചായിരുന്നു. ഒരു കുട്ടിയോട് ഒരു റബ്ബർ, ഒരു ഇറേസർ കൊടുത്തിട്ട് ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ആദ്യത്തെ ഒരു കുട്ടി പറയാണ്, ഇതെനിക്ക് ആവശ്യമില്ല, ഞാൻ തെറ്റുകൾ ഉണ്ടാക്കുന്ന ആളല്ല എന്ന്. ഒരു റബ്ബർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുട്ടി പറയുകയാണ്, ഞാൻ തെറ്റുകൾ ഉണ്ടാക്കുന്ന ആളല്ല, തെറ്റില്ലാതെ എഴുതുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കൊരു ഇറേസറിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, തെറ്റുകൾ തിരുത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ തെറ്റുകൾ ഉണ്ടാക്കണം എന്നില്ല, പക്ഷേ ഒരു ഇറേസർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആരെങ്കിലും തെറ്റുകൾ ഉണ്ടാക്കിയാൽ ആ തെറ്റുകൾ എനിക്ക് തിരുത്താനായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്. അത് പൂർണ്ണമായും അനുയോജ്യമായിട്ടുള്ള ഒരു ഉദാഹരണം അല്ല എന്ന് എനിക്കറിയാം, കാരണം തെറ്റുകളെ മായ്ച്ചു കളയാനല്ല നമ്മളിവിടെ ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ തെറ്റുണ്ടാക്കിയില്ലെങ്കിലും തെറ്റുകൾ തിരുത്താനായിട്ടുള്ള, ആരെങ്കിലും ചെയ്യുന്ന തെറ്റുകൾ തിരുത്താനായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഈ നിയമങ്ങളും ഈ സമിതികളും ഈ പരിശീലനവും ഒക്കെ എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമുക്കിവിടെ നിന്നും തിരിച്ചു പോകണം. ആ ബോധ്യം നമുക്കുണ്ടായി എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊഴിലിടങ്ങളിലെ ബന്ധങ്ങൾ എങ്ങനെയാണ് സുദൃഢമാക്കേണ്ടുന്നത്, അരക്ഷിതത്വം നിറഞ്ഞ സ്നേഹശൂന്യമായിട്ടുള്ള
കാപട്യം നിറഞ്ഞ ബന്ധങ്ങൾ മാത്രം നിലകൊള്ളുന്ന ഒരു തൊഴിലിടത്തിൽ മികവുറ്റ ഒരു ഫലം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. അത് സ്ത്രീയെ സുരക്ഷിതയാക്കണമെന്നോ സ്ത്രീക്ക് പരിഗണന നൽകണമെന്നോ എന്നൊന്നും വിചാരിച്ച് ചെയ്യുന്നതല്ല. മറിച്ച് പരസ്പരം സുദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഫലവത്തായിട്ടുള്ള നമ്മുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവൃത്തിക്ക് അത് ഉതകും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. അത് ഞാൻ എടുത്തു പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്ന് നമ്മൾ പറയുന്നു, നമ്മുടെ സർഗശേഷി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വ്യവസായം എന്നുള്ള രീതിയിൽ അതിനെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒരുവിധം എല്ലാ തലങ്ങളിലും ഒരു വ്യവസായം എന്ന നിലയിൽ തന്നെയാണ് സർക്കാരും സാംസ്കാരിക വകുപ്പും നമ്മുടെ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയെ, സിനിമാ മേഖലയെ എന്നും പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർഗശേഷിയുടെ ഒരു കലാലയം എന്ന നിലയിൽ തീർച്ചയായിട്ടും അവിടെ വളരെ നമുക്ക് വരണ്ട രീതിയിലുള്ള ഒരിടം തീർച്ചയായിട്ടും നമുക്ക് അവിടെ സ്ഥാപിക്കുവാൻ സാധിക്കില്ല. ആ സർഗശേഷിയുടെ വിളനിലമായി നിലകൊള്ളുന്ന നമ്മുടെ സിനിമാ പ്രവർത്തനം എന്നുള്ളത് മനുഷ്യബന്ധങ്ങളുടെയും വികാരത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീയും പുരുഷനും മറ്റുള്ളവരും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വില നൽകുന്ന ഒരു വിളനിലമായി നമ്മുടെ സിനിമാ മേഖല തുടർന്നും ഉദിച്ചുയരണം എന്നുള്ള ആഗ്രഹമാണ് സംസ്ഥാന സർക്കാരിനും. നമ്മുടെ സിനിമാ നയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ സ്റ്റേക്ക് ഹോൾഡറുമായിട്ടും ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയങ്ങൾ ആവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിത് എടുത്തു പറയുന്നത്. കാരണം ഇപ്പോൾ ലേബർ വകുപ്പിന്റെ ഒരു പ്രതിനിധി ഇപ്പോൾ വരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ തൊഴിലിടങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും ഒരു സമയം പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 7 മണിക്കൂർ 8 മണിക്കൂർ ഒരു ഷിഫ്റ്റിന് ശേഷം പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ നിയമങ്ങൾ വെച്ച് നീട്ടുമ്പോൾ സിനിമാ മേഖലയ്ക്ക് അത് ഒരുപക്ഷെ സാധ്യമല്ല എന്നുള്ളത് ആവർത്തിച്ച് സിനിമാ മേഖലയിലെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ അറിയിക്കാറുണ്ട്. കാരണം രാത്രിയിലായിരിക്കും ചിലപ്പോൾ ഷൂട്ടിംഗ് ആവശ്യം വരിക, ചിലപ്പോൾ യാത്ര തന്നെ ഒരുപക്ഷെ 10 മണിക്കൂർ എടുത്തു എന്ന് വരാം. അത് എങ്ങനെയാണ് തൊഴിലായിട്ട് കണക്കാക്കുക? അങ്ങനെ അപ്പൊ അത്തരത്തിലുള്ള നമുക്ക് വളരെ വരണ്ട രീതിയിൽ ഈ ലെറ്റർ ഓഫ് ദ ലോ എന്നുള്ളത് മാത്രം പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പ്രയാണമല്ല സിനിമാ മേഖലയിലുള്ളത്. അതിന്റെ അന്തസ്സത്തെ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ നിയമങ്ങളെല്ലാം നടപ്പിലാക്കേണ്ടത് എന്നത് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ണി മാഷിന്റെ എനിക്കുണ്ടൊരിടം, എനിക്കുണ്ടൊരു ലോകം, നിനക്കുമുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന് കുഞ്ഞുണ്ണി മാഷ് വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുള്ള വാചകമാണ്. ആ വാചകമാണ് എനിക്കിന്ന് നമ്മളോടും പറയാനുള്ളത്. നിങ്ങളോടൊന്നല്ല, നമ്മളോടും പറയാനുള്ളത്. സ്ത്രീയും പുരുഷനും ഞാൻ എൻ്റെ കാര്യം, നീ നിന്റെ കാര്യം, എൻ്റെ ലോകം ഞാൻ നോക്കാം, നിന്റെ ലോകം നീ നോക്കാം എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് സിനിമാ മേഖല തഴച്ചു വളരില്ല. മറിച്ച് നമ്മുടേതായിട്ടുള്ള സുദൃഢമായിട്ടുള്ള ഒരു ലോകം നമുക്ക് സൃഷ്ടിച്ചെടുക്കണം. അവിടെ നിയമത്തിൻ്റെ പരിജ്ഞാനവും ഒപ്പം പരസ്പരം നൽകുന്ന പരിഗണനയും ഒപ്പം പരിവേദനവും നമുക്കുണ്ടാവണം. പരസ്പരം വേദനിക്കുമെങ്കിൽ ഉള്ള പരിവേദനവും, ഈ 3 ഘടകങ്ങളും നമുക്ക് ഒത്തുചേർക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു ഉദ്യമം സഫലീകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സംപൂജ്യർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം, നമസ്കാരം. അടുത്തതായി ഞാൻ